ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ വിഷയങ്ങളെക്കാൾ സർവ്വവല്ലഭനാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്നതിന് പാഴും ശൂന്യമായ ഭൂമിയിൽ നിന്ന് മനോഹരമായ ഒരു സൃഷ്ടിപ്പ്, ഒരു പ്രപഞ്ചം, ഒരു യൂണിവേഴ്സ് ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞത്, എല്ലാം ഞാൻ നല്ലതെന്ന് കണ്ടിരിക്കുന്നു. വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി, നല്ലതെന്ന് ദൈവം കണ്ടു. സൂര്യനെ ദൈവം സൃഷ്ടിച്ചു, ദൈവം നല്ലതെന്ന് കണ്ടു. ഫലഭൂയിഷ്ഠമായ വൃക്ഷങ്ങളെ ദൈവം സൃഷ്ടിച്ചു, ദൈവം നല്ലതെന്ന് കണ്ടു. ഇന്ന് പലകാലം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിൽ നിന്ന് ദൈവത്തിന് നല്ലതിലേക്ക്, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, മഹത്വത്തിലേക്ക് വഴി നടത്താൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ബൈബിളിന്റെ മധ്യപുസ്തകമായ യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു. കുശവന്റെ വീട്ടിൽ യിരെമ്യാ പ്രവാചകൻ ചെന്നപ്പോൾ കുശവൻ കളിമണ്ണിന്റെ പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കളിമണ്ണിനെ തനിക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഒരു പാത്രമാക്കി, മനോഹരമായ ഒരു പാത്രമാക്കി ആ ചക്രത്തിന്മേൽ പണി ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, കുശവന്റെ കയ്യിൽ നിന്ന് പാത്രം ചീത്തയായി പോയി. പക്ഷേ അങ്ങനെ ആ പാഠഭാഗം അവസാനിക്കുന്നില്ല. താഴത്തെ വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അതേ കുശവൻ താൻ ഏത് പാത്രം മനോഹരമായി സൃഷ്ടിക്കുവാൻ താൻ തീരുമാനിച്ച് ആ പാത്രം ചക്രത്തിന്മേൽ വെച്ച് ഉടഞ്ഞു പോയോ, പക്ഷേ അതേ കളിമണ്ണ് കൊണ്ട് തന്നെ താൻ തനിക്ക് ബോധിച്ച പ്രകാരം മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രിയ സ്നേഹിതരെ, ഇന്നും നിങ്ങളുടെ മേൽ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതം വഴിമുട്ടിയെന്ന്, ജീവിതത്തിൻ്റെ നിരാശയുടെ വാക്കിൽ എല്ലാം തകർന്ന്, സമ്പത്ത് തകർന്ന്, കുടുംബജീവിതം തകർന്ന്, ജോലിയിൽ ഒരു അനുഗ്രഹം കാണാതെ, ബിസിനസ്സിൽ ഒരു ഉയർച്ച കാണാതെ, എല്ലാം നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ഒരു കാലത്തെല്ലാം ഉണ്ടായിരുന്നു, ഇന്ന് ഉണ്ടെന്ന് പറയാൻ ഒന്നുമില്ല. ഒരു കാലത്തെല്ലാം നന്നായിരുന്നു, പക്ഷെ ഇന്ന് നന്നെന്ന് പറയാൻ ഒന്നുമില്ല. എന്നെക്കുറിച്ച് ആൾക്കും ഒരു പ്രതീക്ഷയില്ല. ഇല്ല സ്നേഹിതരെ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തരുത്. കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ, ഉടഞ്ഞു പോയ ആ പാത്രത്തെ യിരെമ്യാ പ്രവാചകൻ ആ വീട്ടിൽ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ താൻ കണ്ടുകൊണ്ടിരുന്നു, ആ ചക്രത്തിന്മേൽ അധികാരമുള്ളവൻ, ആ മണ്ണിന്റെ മേൽ അധികാരമുള്ളവൻ, ആ പാത്രത്തിന്മേൽ അധികാരമുള്ളവൻ വീണ്ടും വളരെ മനോഹരമായ ഒരു പാത്രം നിർമ്മിക്കുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ യുവാവേ, യുവതിയെ, നിന്റെ കോളേജ് വിദ്യാഭ്യാസം വഴിമുടങ്ങിയോ? നിന്റെ പരീക്ഷയിൽ ഒത്തിരി നീ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഇതുവരെയും നീ ഇച്ഛിച്ച ഒരു റിസൾട്ട് കാണുവാൻ കഴിഞ്ഞില്ല. ജോലിക്ക് വേണ്ടി നീ അനേക വാതിലുകൾ നീ മുട്ടി, പക്ഷേ ഇതുവരെയും നിനക്ക് വേണ്ട രീതിയിൽ അനുകൂലമായ ഒരു വർത്തമാനം നീ കേട്ടില്ല. നീ ക്ഷീണിച്ചു പോകരുത്. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി തീരും, ഞാൻ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം വിളിച്ചു പറയുന്നു, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഒരു ചെറിയ പ്രാർത്ഥന മാത്രം മതി. കർത്താവേ, ഈ പ്രസംഗം കേൾക്കുന്ന ദൂത് എന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ തലമുറയോടാണ്. പലപ്പോഴും ഞങ്ങളെല്ലാവരും ഇതുപോലെ ഈ കേൾക്കുന്ന ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവചന ശബ്ദം എന്ന പോലെ അത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് ഇനി ഒരു ഭാവിയുണ്ടോ? ഞങ്ങൾക്കൊരു മുന്നേറ്റമുണ്ടോ? ഞങ്ങൾക്കൊരു പുറപ്പാടുണ്ടോ? ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും സ്വപ്നം കാണാൻ കഴിയുമോ? എൻ്റെ പ്രതീക്ഷകൾ മൊത്തം തകർന്ന് മണ്ണടിഞ്ഞു, എൻ്റെ വാഗ്ദത്തങ്ങൾ മൊത്തം ഞാൻ കുഴിച്ചിട്ടു. ഇനി എനിക്കൊരു നല്ല നാളെയില്ലെന്ന്, എൻ്റെ തലമുറകൾക്കൊരു ഭാവിയില്ലെന്ന് പലപ്പോഴും ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടു. എന്നാൽ ഇന്ന് പലക്കാലം ഞാൻ നിങ്ങളുമായി ഒരു സ്നേഹത്തിൻ്റെ ദൂത് പങ്കുവെക്കട്ടെ. ഇല്ല, നഷ്ടങ്ങളുടെ കണക്കൂട്ടലുകളെയും ലാഭമാക്കി നന്മയാക്കി മാറ്റുന്ന ഒരു ദൈവം മാത്രമേ നിങ്ങളുടെ ചാരത്തുള്ളത്. ആ കർത്താവ് നിങ്ങളുടെ സമീപസ്ഥനായി നിൽക്കുന്നു. ഇന്നും ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിത 6000 വർഷം ഭൂമിക്ക് പഴക്കമുണ്ടാനൊക്കെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മനോഹാരിത കുറഞ്ഞിട്ടില്ല. സൂര്യൻ്റെ ചൂട് കുറഞ്ഞിട്ടില്ല. രാത്രിയിൽ വെളിച്ചെടുത്തുന്ന ചന്ദ്രൻ്റെ നിലാ വെളിച്ചം മങ്ങിയിട്ടില്ല. കുശവന്റെ കയ്യിൽ നിന്ന് ഒരു പ്രാവശ്യം പാത്രം ഉടനെങ്കിൽ വീണ്ടും അതിനുമേൽ അധികാരമുള്ളവനത്രേ ആ കുശവൻ. അവൻ്റെ കയ്യിൽ തന്നെ ആ കളിമണ്ണ് ഇരിക്കുന്നു. തനിക്കിഷ്ടം പോലെ മറ്റൊരു ബോധിച്ച തന്നെ ആ പാത്രം അനേകർക്ക് ആകർഷം ഉളവാകത്തക്ക രീതിയിൽ വീണ്ടും അനേകർ കടന്നു വന്ന് ആ പാത്രം വാങ്ങുവാൻ പറ്റിയ രീതിയിൽ ആ പാത്രത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവനത്രേ ആ കുശവൻ. നാം ഒരു കളിമണ്ണാണ്. ദൈവത്തിന് സൃഷ്ടിയുടെ മുമ്പിൽ നാം, നമ്മുടെ കർത്താവ് ഒരു സൃഷ്ടിതാവാണ്. എത്രമാത്രം നമ്മുടെ ജീവിതം തകർന്നു ഉടഞ്ഞിട്ടുണ്ടോ, ചീത്തയായി പോയിട്ടുണ്ടോ, പരിതപിക്കരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ലോകത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു കഥ ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ലോകം പലപ്പോഴും ബൈബിളിൽ ഒരു ചെറുപ്പക്കാരനെ മുടിയനായ പുത്രൻ എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവൻ എങ്ങനെ സകലവും മുടിച്ചു കളഞ്ഞു? തൻ്റെ പിതാവിനോടുകൂടി ജീവിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിയ ഒരു ദിവസം. അങ്ങനെ ആയപ്പോൾ പിതാവ് തന്നെ സ്വതന്ത്രനായി ഒന്ന് വിടുവാൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി തന്നെ സമ്പത്തുമായി താൻ പോയി തന്നെ അനുഭവിക്കട്ടെന്ന് പിതാവ് തീരുമാനിച്ചു. പ്രിയ യുവാവേ, യുവതിയെ,
നിന്റെ ടീനേജ് പ്രായത്തിൽ, നിന്റെ കോളേജ് ജീവിതത്തിൽ സമ്പത്ത് കാണുമ്പോൾ, സർട്ടിഫിക്കറ്റുകൾ കൈ കാണുമ്പോൾ, വിജയങ്ങൾ കാണുമ്പോൾ നീ ഒരിക്കലും സ്വന്തമായി എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാം, പിതാവിൻ്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് മുന്നോട്ട് പോയി എൻ്റെ കരുത്തുകൊണ്ട്, കഴിവുകൊണ്ട്, എൻ്റെ താലത് കൊണ്ട് ഞാൻ നേടിയെടുക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹായമില്ലാതെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവരത്ര നിങ്ങളുടെ ലോകത്തിൽ ഭൗതികമായ മാതാപിതാക്കൾ. നിങ്ങൾ അവരെ സ്നേഹിക്കണം, നിങ്ങൾ അവരെ ബഹുമാനിക്കണം. ഈ ബൈബിളിൽ പറയുന്ന ഉപമയിൽ ആ പ്രിയ യുവാവിന് എന്താ പറ്റിയത്? തൻ്റെ പിതാവിനോടുകൂടെ താമസിക്കുവാൻ തനിക്ക് ഇഷ്ടമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കുവാൻ താൻ തീരുമാനിച്ചു. ആ തീരുമാനം തന്നെ ഒരു വലിയ ദൂരദേശത്തേക്ക് അകറ്റി. ഒരിക്കലും സ്വന്തം ഭവനം വിട്ട്, ദൈവ സാന്നിധ്യം വിട്ട്, ദൈവസഭ വിട്ട്, ദൈവത്തിന് വചനം വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പനകൾ വിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഒരുപക്ഷെ ആ യാത്ര പരാജയമായി ഭവിക്കാം, ആ യാത്ര തോൽവിയായി ഭവിക്കാം. അതുപോലെ തന്നെ സംഭവിച്ചു. പണം ഉണ്ടായപ്പോൾ സ്നേഹിതന്മാരെല്ലാം ഉണ്ടായിരുന്നു, സമ്പത്ത് കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ കൂട്ടുകാരെല്ലാം എന്നും ഉണ്ടായിരുന്നു. സമ്പത്ത് തീർന്നു, പണം തീർന്നു. പണം തീർന്നപ്പോൾ കൂട്ടുകാർ അകന്നുപോയി. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ആണ് ഈ സംഭവകഥ വിവരിച്ചിരിക്കുന്നത്. അവിടെ സംഭവിച്ചത്, പണം തീരുന്നതിന് മുമ്പേ അവൻ്റെ സ്വഭാവം തകർന്നു. ഇന്ന് ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഒരു വലിയ മാരകമായ പ്രശ്നം ക്യാൻസറിനേക്കാൾ, എയ്ഡ്സിനേക്കാൾ യുവതലമുറ വഴിതെറ്റി ദുസ്വഭാവങ്ങൾക്ക്, മദ്യത്തിന്, മയക്കുമരുന്നിന്, മാതാപിതാക്കളെ അനുസരിക്കാതെ അവർ സ്വന്തം വഴികൾ തിരഞ്ഞെടുത്ത പ്രകാരം ടീനേജ് പ്രായത്തിൽ തന്നെ അവർ യുവത്വം നശിച്ച്, ആരോഗ്യം ക്ഷയിച്ച്, അവർ സൗന്ദര്യം ക്ഷയിച്ച് ഇന്ന് അനേക കുടുംബങ്ങളിൽ തലമുറകൾ ഒരു തീരാശാപമായി തീർന്നിരിക്കുന്നു. എന്താണ് ഈ മുടിയനായ പുത്രന് സംഭവിച്ചത്? സമ്പത്ത് നശിച്ചപ്പോൾ സ്നേഹിതന്മാർ അകന്നു, തനിക്ക് മുട്ടുവന്നു തുടങ്ങി, ദാരിദ്ര്യം വന്നു, ക്ഷാമം വന്നു, തൻ്റെ ജീവിതം തകർച്ചയിലേക്ക് വഴിമാറിക്കൊണ്ടേയിരുന്നു. പന്നികൾ തിന്നുന്ന വാളവരെങ്കിലും തിന്ന് തൻ്റെ വിശപ്പ് മാറ്റുവാൻ താൻ ആഗ്രഹിച്ചുവെങ്കിലും ഒരു സ്നേഹിതന്മാരും തനിക്ക് വാളവര് പോലും കൊടുത്തില്ല. പക്ഷെ അവിടെ കിടന്നപ്പോൾ അവന് സുബോധം വന്നു. ഈ നിമിഷങ്ങൾ നിങ്ങളൊന്ന് പുനർചിന്തനം ചെയ്യുവാൻ ഈ ദൂതകൾ സഹായമായി തീരട്ടെ. എന്താണ് സുബോധം? തനിക്കൊരു അപ്പനുണ്ടെന്നും, തന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ടെന്നും, തനിക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ടെന്നും, തന്നെ അംഗീകരിക്കുന്ന ഒരു ഭവനമുണ്ടെന്നും, താൻ തിരിച്ചു തന്നാൽ തന്നെ സ്വീകരിച്ച് മാറോടണയ്ക്കുന്ന സ്വന്തമായി ഉണ്ടെന്ന് പറയുന്ന ഒരു വാസസ്ഥലമുണ്ടെന്ന് താൻ അംഗീകരിച്ചു, അത് ഏറ്റുപറഞ്ഞു. പഴയ നിയമ ഇസ്രായേലിലെ കുടുംബങ്ങളിൽ 3 രീതിയിലുള്ള കൂലിക്കാരുണ്ട്. 1 സാധാരണ കൂലിക്കാർ, 2 ദാസന്മാർ, 3 വീട്ടിലെ യജമാനന്മാർ. സ്തോത്രം. ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് 4ാം സ്ഥാനം മാത്രം മതി, എനിക്ക് ആ കുടുംബത്തിൽ മകനുള്ള പദവി എനിക്കില്ല, യജമാനൻ എന്നുള്ള പദവി എനിക്കില്ല, ദാസൻ എന്നുള്ള പദവി എനിക്ക് വേണ്ട, എനിക്ക് ആ ഒടുക്കത്തെ പദവിയായ കൂലിക്കാരനെ പോലെ എന്നെ ആക്കണമേ. അവൻ്റെ വീട്ടിൽ അപ്പൻ്റെ ഭവനത്തിൽ അവിടുത്തെ കൂലിക്കാർ ആഹാരം തിന്നിട്ട് ശേഷിപ്പിക്കുന്നു. കാരണം അവർ മതിയാവോളം അവർക്കിഷ്ടം പോലെ അവർ ഭോജനങ്ങൾ കഴിക്കുന്നു. പക്ഷേ ആ വീട്ടിലെ സ്വന്തം പുത്രൻ ദുരന്തത്തിൽ കഴിയുന്നു, ദുരവസ്ഥയിൽ കഴിയുന്നു. സ്വന്തമായി വിശപ്പടക്കുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. പ്രിയ സ്നേഹിതരെ, ഈ ദൂത് എന്ന് പറയാൻ നിങ്ങളെ ദൈവമായി കണ്ടുമുട്ടുവാൻ ഇടയാക്കി തീർക്കട്ടെ. നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവുണ്ട്, നിങ്ങളുടെ ഭാവിയെ വീണ്ടും മനോഹരമാക്കാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നിങ്ങൾ ഇന്ന് പലക്കാലം ഒരു വാക്ക് കർത്താവിനോട് യേശുവിനെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കടന്നു വന്ന് കരം നീട്ടി വിടുവിപ്പാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്.